കാടുകൾ വലയം ചെയ്ത വയനാട്, കേരളത്തിലെ ആഫ്രിക്കയെന്ന് പണ്ട് വിളിച്ചിരുന്ന നാട്, ഗോത്രവർഗ സമൂഹത്തിന്റെയും വനവാസികളുടെയും സ്വന്തം ഭൂമി. തഴച്ചു നിൽക്കുന്ന കാടും വന്യമൃഗങ്ങളും നിറഞ്ഞ വയനാട്ടിൽ വികസനത്തിന്റെ പുതിയ വെളിച്ചം പരന്നു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതിനായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രസ്ഥാനങ്ങളും ഹരിതലാവണ്യങ്ങളും ഗോത്രത്താളും വനഗരിമയും നിറഞ്ഞ വയനാട്ടിലുണ്ട്. സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്താധിഷ്ഠിത പ്രവർത്തനമാണ് വയനാടിന്റെ വികസനത്തിന്റെയും വിമോചനത്തിന്റെയും അടിസ്ഥാന കാരണമായി നിലനിൽക്കുന്നത്. വികസനത്തിന്റെ ഭൂപടത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വയനാട് ജില്ലയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മ. സുൽത്താൻ ബത്തേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രേയസ്. ഫാദർ, ശ്രേയസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? സുൽത്താൻ ബത്തേരി മലങ്കര കത്തോലിക്ക രൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള സാമൂഹിക പ്രേക്ഷിത വിഭാഗമാണ് ശ്രേയസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം. ഈ രൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന സിറിൽ മാർ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമേനിയാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. കേരളത്തിലെ 5 ജില്ലകളിലും തമിഴ്നാട്ടിലെ ഒരു ജില്ലയിലുമായിട്ടാണ് ശ്രേയസിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 45,000-ഓളം കുടുംബങ്ങളാണ് ഈ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. സുവിശേഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നവസമൂഹ സൃഷ്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ ദർശനം. ഈ മൂല്യങ്ങളെന്ന് പറയുമ്പോൾ നീതി, ദയ, സമാധാനം, സന്തോഷം, പങ്കുവയ്ക്കൽ, അങ്ങനെ എല്ലാ നന്മകളും എല്ലാ മനുഷ്യർക്കും അനുഭവവേദ്യമാകണം എന്നുള്ളതാണ് ഈ സ്ഥാപനം ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് ഒരു പങ്കാളിത്താധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മൾ അവലംബിച്ചിരിക്കുക. സ്വാശ്രയ സംഘ രൂപീകരണം, അതിൻ്റെ ശാക്തീകരണം, അവരുടെ ലഘു സമ്പാദ്യ വായ്പാ പ്രവർത്തനങ്ങൾ, അത് ഞങ്ങളുടെ ഒരു പ്രവർത്തന മേഖലയാണ്. മനുഷ്യർക്കൊരു തൊഴിലുണ്ടാകണം, അതിലൂടെ അവരുടെ വരുമാന വർധനവുണ്ടാകണം. എങ്കിൽ മാത്രമേ മറ്റ് വികസനങ്ങൾക്കെല്ലാം ഇത് അടിസ്ഥാനമായിട്ട് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ആളുകൾക്ക് നല്ല നേതൃത്വ പരിശീലനം നൽകുക, ഒരു സമൂഹത്തെ വിശകലനം ചെയ്യുന്നവരെ പഠിപ്പിക്കുക, അവരുടെ കൂട്ടായ്മകൾ രൂപീകരിക്കുക, അവരുടേതായിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്, ലഘു സമ്പാദ്യങ്ങളുണ്ട്. ഈ സമ്പാദ്യമെല്ലാം വികസനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നു. അതിൻ്റെ എല്ലാം ഒരു ഗതി നിയന്ത്രണം, മോണിറ്ററിംഗ് എന്ന് പറയും, അത് ശ്രേയസിൽ നിന്ന് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടാണ് ഇരിക്കുക. 1978 ഒക്ടോബർ 28 ബത്തേരി രൂപതയുടെ സാമൂഹിക ക്ഷേമ വികസന പ്രസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ശ്രേയസ് 1986 സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 9 മേഖലകളും 81 യൂണിറ്റുകളും 2760 സ്വാശ്രയ സംഘങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ശ്രേയസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മറ്റു ജില്ലകളിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് ട്രൈബൽ പ്രവർത്തനങ്ങൾ, ഗിരിജന വികസന പ്രവർത്തനങ്ങൾ കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ കൂടി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതോടൊപ്പം ശ്രേയസിന് ഒരു നല്ല MFI മൈക്രോ ഫിനാൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ശ്രേയസിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യമാണ്. ഡിസ്ട്രിക്റ്റിലുള്ള ട്രൈബൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടെ ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പഠനത്തിന്റെ വെളിച്ചത്തിലാണ് ശ്രേയസിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മറ്റ് ജില്ലകളിലേക്ക്. അതിന് ശ്രേയസ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ട്രൈബൽ മേഖലകളിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ ട്രൈബൽ ജനങ്ങളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക, അവരുടെ വികസന പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രേയസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദിവാസി മേഖലയിൽ 160ഓളം കോളനികളും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ സജീവമാണ്. സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, വയോജനങ്ങൾ, അംഗവൈകല്യമുള്ളവർ എന്നിവർക്കായി തനതായ സംഘടനകൾ രൂപീകരിച്ച് ഒരു കുടുംബത്തിന്റെ സമഗ്രമായ പുരോഗതിക്കനുസൃതമായാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ശൈലി. ശ്രേയസിന്റെ ഒരു പ്രത്യേക പ്രവർത്തന മണ്ഡലമാണ് ഗിരിജന വികസന പരിപാടി എന്നുള്ളത്.
ഏകദേശം 160 കോളനികളിൽ നമ്മൾ നേരിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ സ്വാശ്രയ സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാമുണ്ട്. അതുപോലെ ആദിവാസി സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ അവരുടെ ഇടയിലെ പുരുഷന്മാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. പ്രകൃതി വിഭവ സംരക്ഷണം, കാർഷിക വികസനം, ഗിരിജന വികസനം, സാമൂഹ്യ വികലാംഗ പുനരധിവാസം, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, ഭവന പദ്ധതി, വിദ്യാഭ്യാസ കുടുംബസഹായ പദ്ധതികൾ, പരിശീലനങ്ങൾ തുടങ്ങി വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ വയനാടിന്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായൊരു അധ്യായമായി മാറിക്കഴിഞ്ഞു ശ്രേയസ് എന്ന ഈ പ്രസ്ഥാനം. 3 തലങ്ങളിലായിട്ടാണ് ഞങ്ങളുടെ ഈ സ്ട്രക്ചർ നിലകൊള്ളുക. ശ്രേയസിന്റെ കേന്ദ്ര ഓഫീസ്, ഞങ്ങൾക്ക് റീജിയണൽ ഓഫീസ്, പിന്നെ ഞങ്ങളുടെ യൂണിറ്റ്, അതിൻ്റെ താഴെ വരുന്നതാണ് ഈ സ്വാശ്രയ സംഘങ്ങൾ എന്ന് പറയും. എല്ലാ തലങ്ങളിലും ഈ പ്രോഗ്രാമിൻ്റെ വിശകലനവും വിലയിരുത്തലും എല്ലാ മാസവും നടത്തും. അങ്ങനെ ഒരു പഠന പ്രക്രിയയായിട്ടാണ് ഈ ഇവാലുവേഷൻ നടത്തുക. അപ്പോൾ പരാജയങ്ങളുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു വിശകലനത്തിനും ഒരു പഠനത്തിനും അവസരമായിക്കൊണ്ട് നടത്തുന്നതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെയാണ് ഈ സ്വാശ്രയ സംഘ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. മറ്റൊരു പ്രവർത്തനം നമ്മുടെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം ആണ് ശ്രേയസ് നടത്തുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഭയങ്കരം ചൂട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ നാട്ടിൽ ശുദ്ധവായു ശ്വസിക്കാൻ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ടാകണം. അല്ലെങ്കിൽ ഇവിടെ വാസയോഗ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം, കാലാവസ്ഥ ഉണ്ടാകണം ചിന്തിക്കുന്ന ആളുകളിവിടെ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഒത്തിരി പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് NRM സെക്ടറിൽ നമ്മൾ വളരെ ശക്തമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നബാർഡാണ്. അപ്പോൾ പല സ്ഥലത്തും വാട്ടർ ഷെഡ് പോലുള്ള പ്രവർത്തനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വൃക്ഷത്തൈ നടിയിൽ പൊല്യൂഷൻ കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ വലിയൊരു ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിലാണെങ്കിലും കർഷക സംഘങ്ങൾ ഞങ്ങൾക്കുണ്ട്. അവരുടെ കൂട്ടുകൃഷി, അതുപോലെ ഒന്നിച്ചുള്ള വിളവെടുപ്പ്, അതുപോലെ തന്നെ കാർഷികമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജൈവ കൃഷിക്കാണ്. ജൈവ കൃഷിയുടെ മേഖലയിലാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ. കാരണം ഇവിടുത്തെ മണ്ണ് സംരക്ഷിക്കപ്പെടണം, ഇവിടുത്തെ വെള്ളം സംരക്ഷിക്കപ്പെടണം. ഒത്തിരിയും ക്യാൻസർ പേഷ്യൻസൊക്കെ വയനാട്ടിൽ കൂടി വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അമിതമായിട്ടുള്ള രാസവള പ്രയോഗം, കീടനാശിനി പ്രയോഗമൊക്കെയാണ് അതിനടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ജൈവ കൃഷിയിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ജൈവ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജൈവ കർഷക ഗ്രൂപ്പുകളുടെ രൂപീകരണം, ജൈവകൃഷി പരിശീലനം, ജനകീയ കാർഷിക ഗവേഷണ പരിപാടികൾ, ബയോ കൺട്രോൾ ലാബ്, മണ്ണ് പരിശോധനാ ലാബുകൾ, ഔഷധ സസ്യങ്ങളുടെയും നടീൽ വസ്തുക്കളുടെയും നഴ്സറികൾ, SRI രീതിയിലുള്ള ഒറ്റഞ്ഞാർ വിപ്ലവം തുടങ്ങി കാർഷിക മേഖലയിലെ നിരവധി പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും വയനാടിന്റെ കാർഷിക മേഖലയിലെ വളർച്ചയിലെ നാഴികക്കല്ലുകളായി മാറിയിട്ടുണ്ട്. 5 കിലോ ചാണകം, 5 ലിറ്റർ ഗോമൂത്രം, 10 ലിറ്റർ വെള്ളം, പിന്നെ 250 ഗ്രാം മുതിരപ്പൊടി അല്ലെങ്കിൽ പയറുപൊടി, അതിലേതെങ്കിലും ഉപയോഗിക്കാം, ഒരു 500 ഗ്രാം ശർക്കര, ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് നമ്മൾ 48 മണിക്കൂർ ഇത് വെച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ 1 ലിറ്റർ എടുക്കുക. 1 ലിറ്ററിൽ 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് നമ്മളത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ പറമ്പിലുള്ള ഏതിനും, അതായത് നമുക്ക് ഇഞ്ചിക്കാണെങ്കിലും അതുപോലെ നമ്മൾ തെങ്ങിനാണെങ്കിലും അതിൻ്റെയൊക്കെ തടവെടുത്തിട്ട് നമ്മൾ അതിനകത്ത് സ്പ്രേ ചെയ്യുക. അതുപോലെ ഞാറ് നടുന്നേക്ക് മുമ്പാട് ആ ഞാറ് അതിനകത്ത് നമ്മൾ മുക്കിയിട്ട് നമ്മൾ നടുക. അതുപോലെ തന്നെ വാഴക്കണ്ണൊക്കെ നടുന്നേക്ക് മുമ്പാട് ഇതിനകത്ത് മുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇത് കിട്ടും. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇത് തന്നെ നമ്മുടെ ജൈവ കീടങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നതിനും അതുപോലെ സൂക്ഷ്മ ജീവികൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ കർഷകർ വരുന്നതിനും അവരുടെ മണ്ണ് പരിശോധിക്കുന്നതിനും ഉള്ള ഒരു സംവിധാനമുണ്ട്. പ്രത്യേകിച്ച് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അതുപോലെ തന്നെ മണ്ണിൻ്റെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി, മണ്ണിൻ്റെ pH വാല്യൂ, ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായുള്ള റിസൾട്ട് നൽകുന്നതാണ്. അതിന് എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത് എന്ന് കർഷകർക്ക് നിർദ്ദേശിക്കുന്നതിനും ഈ ലാബ് പ്രത്യേകം ശ്രദ്ധിച്ചു വരുന്നു. ശ്രേയസിൽ അംഗങ്ങളായിരിക്കുന്ന കുടുംബങ്ങളെ പറ്റി പറയുമ്പോൾ 80% ആളുകളും
കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുപോലെ തന്നെ എല്ലാ കുടുംബങ്ങളിലും അവർക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി കൃഷി ചെയ്യണം എന്നുള്ള നിർദ്ദേശത്തിലൊരു ബയോ ഇൻറ്റൻസീവ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് നമ്മൾ നടത്തുന്നുണ്ട്. അതായത് മാർക്കറ്റിനെ ആശ്രയിക്കാതെ ഓരോ കുടുംബത്തിലും അവർക്ക് കഴിക്കാനുള്ള പച്ചക്കറി സ്വന്തമായിട്ട് കൃഷി ചെയ്യുക, അതുപോലെ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്യുക. അതാണ് ആ പ്രോഗ്രാമായിട്ടുള്ള പരിപോഷണം. ആദിവാസി മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിലും കൂട്ടുകൃഷി സമ്പ്രദായം, ഇവിടെ ആവശ്യം തൊഴിലാളികളെ കിട്ടാതെ വന്ന ഒരു സമയത്ത് കൂട്ടുകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും അങ്ങനെ നെൽകൃഷി അതുപോലെ ഇതര കൃഷി മേഖലയിലെല്ലാം ആളുകൾ ഒന്നിച്ച് സഹകരിച്ച് വന്ന് കൂട്ടുകൃഷി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. SRA എന്ന് പറഞ്ഞൊരു കൃഷി രീതി നിങ്ങൾ കേട്ട് കാണാം. അതായത് ഒറ്റ ഞാറ്, അതായത് ആവശ്യത്തിന് സ്പേസ് കിട്ടും. അപ്പോൾ ഒരു ഞാറ് നട്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 50-60 കണ വരെ പൊട്ടി വരുന്ന ഒരു സാഹചര്യം. കള പറിക്കാൻ എളുപ്പമാണ്, വിളവെടുക്കാൻ എളുപ്പമാണ്. അത് വളരെ നല്ല ഒരു സംവിധാനമായിട്ട് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഈ കൃഷി രീതിയിലോട്ട് കടന്നു വരുന്നുമുണ്ട്. ജനകീയ ബാങ്ക് സംവിധാനത്തിലൂടെ 25 കോടിയിലധികം രൂപ പ്രതിവർഷം അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച് വിവിധ ആവശ്യങ്ങൾക്കായി വായ്പ നൽകുന്നതിനും പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 45,000 കുടുംബങ്ങളിലായി 1,97,000 അംഗങ്ങളാണ് ഇന്ന് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം. ശ്രേയസിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും അംഗവൈകല്യമുള്ള ആളുകളെ കണ്ടുപിടിക്കാനും അവർക്ക് പ്രത്യേക പരിഗണന നൽകി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർ ഉൾച്ചേർക്കാനുമുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമുക്കുള്ളത്. അംഗവൈകല്യ ആളുകളുടെ തന്നെ സ്വാശ്രയ സംഘങ്ങളുണ്ട്. അവർക്ക് വരുമാന വർധനവിന് തൊഴിൽ നൽകുന്നതിനുള്ള അവരുടേതായിട്ടുള്ള ചെറുകിട സംരംഭങ്ങളുണ്ട്. അതെല്ലാം അവർ നന്നായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ ഇവിടെ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം നടത്തുന്നത് യുണൈറ്റഡ് ഇന്ത്യ ആയിട്ട് അതുപോലെ തന്നെ ജീവൻ മധുരമായിട്ട് എന്ന പോളിസിയൊക്കെ നമ്മൾ ചെയ്തു. ഏതാണ്ട് ഒരു 32,000 കുടുംബങ്ങളാണ് ഈ ഇൻഷുറൻസ് മേഖലയിലേക്ക് കടത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചത്. അതൊരു സംസ്കാരമായിട്ട് മാറി എന്നുള്ളതാണ്. ആളുകൾക്ക് ഇപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുക്കണം, അവർ ആശുപത്രിയിൽ പോകണം, അതൊരു സംസ്കാരമായിട്ട് രൂപപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതിലാണ് നമുക്ക് സന്തോഷം. ആളുകളെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് അടയ്ക്കുകയും അതുപോലെ അവരുടെ ക്ലെയിം മേടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുമായിട്ട് അറ്റാച്ച്ഡായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നബാർഡിന്റെ സഹായത്തോടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ശ്രേയസ് നീർത്തട വികസന പദ്ധതികളും കാർഷിക പദ്ധതികളും ജലസംരക്ഷണ പദ്ധതികളും നടപ്പിലാക്കുന്നു. ഗിരിജന വികസന പരിപാടിയുടെ ഭാഗമായി വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലായി 160 കോളനികളിലാണ് ഈ സംഘടനയുടെ പ്രവർത്തനം. നിരവധി ഇൻഷുറൻസ് കമ്പനികളുമായി സഹകരിച്ച് ആരോഗ്യമേഖലയുടെ വളർച്ചയ്ക്കായി ശ്രേയസ് പ്രവർത്തിക്കുന്നു. നാളിതുവരെ 19,758 കുടുംബങ്ങളെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തി. ചെറുകിട തൊഴിൽ സംരംഭങ്ങളും ആസൂത്രണം ചെയ്ത് ശ്രേയസ് നടപ്പിലാക്കുന്നുണ്ട്. സംരംഭകരുടെ കഴിവുകൾ കണ്ടെത്തി തിരഞ്ഞെടുക്കുന്നതിന് പരിശീലനങ്ങൾ നൽകുന്നതിൽ ഈ പ്രസ്ഥാനം നൽകുന്ന സേവനം മാതൃകാപരമാണ്. നമ്മുടെ ആളുകൾ ശരിക്കും ഈ കാർഷിക മേഖലയിൽ കണ്ടുവരുന്ന ഒരു പതിവ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. അവര് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നെല്ലായിട്ട് വിൽക്കും, കുരുമുളകായിട്ട് വിൽക്കും, കാപ്പിയായിട്ട് തന്നെ വിൽക്കും, അല്ലെങ്കിൽ വാഴക്കുലയായിട്ട് തന്നെ വിൽക്കും. ഒരു വാല്യൂ ആഡഡ് പ്രോസസ്സിംഗ് നടത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് കിട്ടുന്ന ആനുകൂല്യം എല്ലാം ഇതിന്റെ മിഡിൽമാനാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആളുകളെ കൃത്യമായിട്ട് അത് പഠിപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്. അവരൊരു വാല്യൂ ആഡഡ് പ്രോസസ്സിങ്ങിലേക്ക് ഒരു സംരംഭം എന്ന തലത്തിലോട്ട് വരണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കുറെ ഈ അടുത്ത ഏതാനും വർഷങ്ങളിലായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തൊരു കാര്യമാണ് ഗ്രാമചന്ത എന്ന് പറയുന്ന ആശയം. അപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ വീട്ടിലുണ്ടാകുന്ന കോഴിമുട്ട അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ചൂല്, അവരുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികൾ, അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു പ്രദേശത്ത് ഒരു കൃത്യ ദിവസം അവരവിടെ എല്ലാവരും കൊണ്ടുവന്ന് വിൽക്കും. അന്ന് നാട്ടുകാർക്കെല്ലാം അതേപ്പറ്റി അറിയാം. അവരെല്ലാവരും അവിടെ നിന്ന് മേടിക്കുന്ന ഈ ഓണത്തിനൊക്കെ ഞങ്ങളുടെ എല്ലാ ഗ്രാമങ്ങളിലും ഇങ്ങനെ ഓണച്ചന്തകൾ ഈ സ്വാശ്രയ സംഘങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതലുള്ള ഒരു ആവശ്യം മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു ഗ്രാമീണ വിപണന കേന്ദ്രത്തെ പറ്റി നമ്മൾ ചിന്തിച്ചത്. നബാർഡുമായിട്ട് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ആശയം നമുക്ക് കിട്ടിയത്. അങ്ങനെ നബാർഡ് നമ്മളെ അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഗ്രാമത്തിലെ ആളുകൾക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന ഏത് ഉൽപ്പന്നങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനും അതുവഴിയായിട്ട് അവർക്കൊരു അധിക വരുമാനം
നേടാനും അതുവഴിയായിട്ട് സാധിച്ചിട്ടുണ്ട്. തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്കായി കുടുംബങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്ന ഫണ്ടിന്റെ സഹായത്തോടുകൂടിയാണ് വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. സേവ് എ ഫാമിലി പദ്ധതിയുടെ ഭാഗമായി സ്വാശ്രയ സംഘങ്ങളിലെ നിർധന കുടുംബങ്ങൾക്ക് പ്രതിമാസം 750 രൂപ നൽകുന്ന പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട്. 2500-ൽ പരം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമായിട്ടുണ്ട്. കുടുംബ കേന്ദ്രീകൃതമായ ഒരു വികസനത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി കുടുംബതലത്തിൽ വരവ് ചെലവ് കണക്കുകൾ ക്രമീകരിച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിന് കുടുംബങ്ങളെ സഹായിക്കുന്ന കുടുംബ ഡയറി സംവിധാനം മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച് കുടുംബ കേന്ദ്രീകൃതമായ വികസനത്തിലൂടെ ഒരു നാടിന്റെ വികസനം സാധ്യമാക്കുകയാണ് ഇവിടെ. ആരോഗ്യപരമായിട്ടൊരു ജീവിതം നയിക്കാൻ നല്ല ഒരു ആവാസ വ്യവസ്ഥ നമുക്ക് ആവശ്യമാണ്. ശ്വസിക്കാനുള്ള ശുദ്ധവായു, ആവശ്യത്തിനുള്ള ഭക്ഷണം, നല്ല മണ്ണ്, ശുദ്ധജലം, അങ്ങനെ എല്ലാം സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് മനുഷ്യൻ വലിയ ബിസിനസ് മോട്ടീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് പണ്ട് വയനാട് ഏറ്റവും നല്ല ഒരു ആവാസ വ്യവസ്ഥയും ജീവിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ, അതുകൊണ്ടാണ് ഒത്തിരി മനുഷ്യരിവിടേക്ക് കുടിയേറി വരാനൊക്കെ ഇടയായത്. പക്ഷെ ഇപ്പോൾ ചൂട് കൂടി, മഴ കുറവാണ്. മഴ ലഭിച്ചാൽ തന്നെ ഒരു മാസത്തിൽ ഒരു 15 ദിവസം കൊണ്ടൊക്കെയാണ് മഴ, ഒരു വർഷത്തേക്കുള്ള മഴ മുഴുവൻ കിട്ടുന്നത്. അത് മുഴുവൻ ഒലിച്ചു പോകുന്നു, മണ്ണൊലിപ്പുണ്ടാകുന്നു. അങ്ങനെ ഇവിടുത്തെ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മനുഷ്യരൊക്കെ മരങ്ങളെല്ലാം വെട്ടി മുറിച്ചു വിറ്റു. അങ്ങനെ ചൂട് കൂടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം കൂട്ടായിട്ട് ഞങ്ങളുടെ ഈ സ്വാശ്രയ സംഘങ്ങളിലൂടെ നടത്തിയിട്ടുണ്ട്. അതിനു പുറമെ ഈ വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം നബാർഡിന്റെ സഹായത്തോടെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് എല്ലാ മനുഷ്യരുടെയും കൃഷിഭൂമിയിൽ ഈ സ്ഥലജല പരിപാലനം നടത്തണം എന്നുള്ളതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ, നീർത്തട വികസന ഗ്രാമസഭ, കാരണം ആളുകൾ അതിൻ്റെ ഉടമസ്ഥരായിട്ട് വരണം. അതിന് നല്ല വളരെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ചേഞ്ചസ് കണ്ടുപിടിയുണ്ട്. കിണറിലൊക്കെ വെള്ളം ഉയർന്നിട്ടുണ്ട്. എല്ലായിടത്തും മണ്ണ് കയ്യാല, കല്ല് കയ്യാല, അത് ട്രെഞ്ചസ് ഒക്കെ എടുത്തിട്ട് വെള്ളം കൃത്യമായിട്ട് സംരക്ഷിക്കുന്ന, കുളങ്ങളൊക്കെ സംരക്ഷിക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്മയുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം പടുത്തുയർത്തുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യവും ദർശനവും. അതിന് ജനകീയ പങ്കാളിത്തം അനിവാര്യമാണ്. ജനകീയ പങ്കാളിത്തത്തോടെ സമഗ്ര വികസനം, അത്തരമൊരു ദൌത്യത്തിലാണ് ശ്രേയസ്.